നല്ല മത്തി 1/2 കിലോ വാങ്ങി അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കറി വയ്ക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു പച്ചമുളക് കീറിയതും 2 കുടംപുളി അല്ലിയും ഇടുന്നുണ്ട്. കുറച്ച് കറിയാണ് വെക്കുന്നത്, അതിലേക്ക് ആവശ്യമുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ചുകൂടി വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കുലുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. നല്ല രീതിയിൽ തിളവന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. 7 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ നമ്മുടെ കറി നല്ല രീതിയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇനിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 5-6 മതി, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് ബ്രൗണിഷ് കളറായാൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ രുചികരമായ മത്തിക്കറി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി, നമസ്കാരം.